ഹായ് ഹലോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ കൂട്ടുകാരെ. ഞാനിത് ഇവിടെ ഒരു 4 മാങ്ങ ഞാനിവിടെ തീരെ ചെറുതായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉലുവയും കടുകും ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അച്ചാറിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കടുകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതാണ് പാകം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. നമ്മൾ മാങ്ങയിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഇതാ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നേക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളം എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഇത് കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് ചേർക്കാം കേട്ടോ ഇതിൽ. അപ്പോൾ ഇനി അച്ചാർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു. അതിലേക്ക് നല്ലെണ്ണ കേട്ടോ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കടുകും ചേർത്ത് പൊട്ടിച്ചു. ഇനി ഈ സമയത്ത് കൂട്ടുകാർക്ക് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നുറുക്കി വെച്ചു, പക്ഷേ ഇപ്പോൾ അത് വിട്ടുപോയിട്ടോ ചേർക്കണിട്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ചേർക്കുക ചെയ്ത് വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട്. അപ്പോൾ കൂട്ടുകാർ ഈ സമയത്ത് തന്നെ ചേർത്തോളൂ. പിന്നെ ഞാനിതാ കാശ്മീരി മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണും പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയും കടുകും ഉണ്ടല്ലോ, അത് നമ്മൾ പൊടിച്ച് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കായം പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ഉപ്പ് ചേർത്തിട്ടുള്ള മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതും നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പൊടിയൊന്നും കരിഞ്ഞു പോവാതിരിക്കാനാണ്. അപ്പോൾ നല്ല മിക്സായി വരികയും ചെയ്യും, പൊടിയെല്ലാം ഒരുപോലെ മൂത്തും കിട്ടും. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ നുറുക്കി വെച്ചത് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ അച്ചാർ കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാവും നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഞാനിപ്പോഴാണ് കേട്ടോ വെളുത്തുള്ളിയും പച്ചമുളകും. അപ്പോൾ കൂട്ടുകാർ ആദ്യം ചേർത്തോളൂ. ആ കടുകും ഉലുവയും പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ പൊടികൾ ചേർത്താൽ മതി. അപ്പം ഞാനിത് വിട്ടുപോയാൽ ലാസ്റ്റ് പിന്നെ മൂപ്പിച്ചിട്ട് അത് അച്ചാറിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. ഈ മാങ്ങാച്ചാർ ഇപ്പോൾ 2 ആഴ്ച വരെയൊക്കെ ഈസി ആയിട്ട് പുറത്തിരുന്നോളൂ കേട്ടോ, കേടാവുകയൊന്നും ഇല്ല. അപ്പോൾ കൂട്ടുകാർ ഒരു 2 മാസത്തിൽ കൂടുതലൊക്കെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ഈ സമയത്ത് ചേർത്തോളൂ കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് വെച്ചോളൂ. ഞാനിപ്പോൾ ഇവിടെ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ടാറ്റാ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.